ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള അതായത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് NPCLൻ്റെ. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഒരു ബിരുദം മതി, ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നെല്ലാം വിശദമാക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ഇതിലേക്ക് ഉള്ള സെലക്ഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ദയവായി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് യൂസ്ഫുൾ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൂടെ കാണാൻ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നമ്മുടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 5/6/2024 മുതൽ നിങ്ങൾക്ക് 25 ജൂൺ 25 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 ആണ് വിളിച്ചിരിക്കുന്നത്. അത് HR വിളിച്ചിട്ടുണ്ട്, F&A വിളിച്ചിട്ടുണ്ട്, C&MM ആണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് HR 29 വേക്കൻസി, F&A 17, ദെൻ C&MM നമുക്ക് 12 വേക്കൻസി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ജനറൽ EWS SC/STൻ്റെ OBC ഇങ്ങനെ വേക്കൻസി ഉണ്ട്. അപ്പോൾ OBC SC/ST EWS കാൻഡിഡേറ്റ്സിനൊക്കെ ഈ പറയുന്ന റിസർവേഷൻ കിട്ടണമെങ്കിൽ നിങ്ങളടുത്ത് വാലിഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അപ്പം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഇവിടെ ഇനി ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകുക. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നത് കറണ്ട് വേക്കൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വർഷമുള്ള നിലവിലുള്ള വേക്കൻസിയാണ്. ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ മുൻപത്തെ റിക്രൂട്ട്മെൻറ്റ് നടന്ന സമയത്ത് ഫില്ലാവാത്ത വേക്കൻസി ഉണ്ടെങ്കിൽ അത് ബാക്ക്ലോഗ് വേക്കൻസി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ബാക്ക്ലോഗ് വേക്കൻസി നിലവിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഇത് ഇവിടെ കൊടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതത് കാൻഡിഡേറ്റ്സിന് SC/ST OBC അങ്ങനെയുള്ള റിസർവ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ജനറൽ വേക്കൻസിയിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാന്നുള്ള കണ്ടീഷൻ പാടെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും അതുപോലെ അപ്ലിക്കേഷൻ ഫീ നോക്കാം. അപ്ലിക്കേഷൻ ഫീ നമുക്ക് വരുന്നത് 100 രൂപയുടെ അപേക്ഷാ ഫീസ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ SC/ST കാൻഡിഡേറ്റ്സ്, PWD അതുപോലെ തന്നെ ഈ പറയുന്ന എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരുവിധ എക്സാം ഫീയും വേണ്ട. അവർക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഫീ വേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് 100 രൂപ ഫീ വേണം. മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 100 രൂപ, EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 100 രൂപ ഫീ അടയ്ക്കണം മെയിൽ കാൻഡിഡേറ്റ്സിന് കേട്ടോ. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. HR ആണെങ്കിൽ, F&A ആണെങ്കിൽ, C&MM ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഡിഗ്രി കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് 50% മാർക്കോട് കൂടിയിട്ടോ. അതെങ്കിൽ BA, BCom, BSc ഇനി BTech, ഇനി എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊഫഷണൽ, നോൺ പ്രൊഫഷണൽ ആയുള്ള ഏത് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഡിഗ്രി, ജസ്റ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി, നിങ്ങൾക്ക് ഒരു ബിരുദമുള്ളവരാണെങ്കിൽ 50% മാർക്കോട് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഒരു ബിരുദം എടുത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേക്കൻസി ഉണ്ട്. പിന്നെ നമുക്ക് മറ്റൊരു കണ്ടീഷൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന മുകളിൽ പറയുന്ന എല്ലാ പോസ്റ്റിലേക്കും നമുക്ക് ഈ പറയുന്ന എന്താണ് സോഫ്റ്റ്വെയർ പാക്കേജുകളായിട്ടുള്ള നമുക്ക് വിൻഡോസ്, അത് MS ഓഫീസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആ ഒരു എന്താണ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതായത് MS ഓഫീസിൽ തന്നെ വേഡ്, എക്സൽ പറയുന്ന അങ്ങനെയൊക്കെ ബേസിക് കുറച്ച്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അതൊക്കെ എന്ത് ചെയ്യാം, അതിലുള്ള സ്കില്ലൊക്കെ നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ പറ്റും. ഇതിന് എനിക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കമ്പ്യൂട്ടറിലെ ആ ഒരു പ്രൊഫഷൻസി അറിയാൻ വേണ്ടി ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് അത് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. വേറെ കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ബേസിക്കായിട്ട് അറിഞ്ഞാൽ മതി. അപ്പോൾ അതിൽ നമുക്ക് സ്കിൽ ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ലെവലാക്കി വെക്കണം സ്കിൽ ടെസ്റ്റിൻ്റെ സമയത്ത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏകദേശം മന്ത്ലി സ്റ്റാർട്ടിങ് ഇത് പേ ലെവൽ 4 ആണ് വരുന്നത്. നമുക്ക് ഈ പറയുന്ന DA മറ്റ് കാര്യങ്ങളൊക്കെ പാടാം 38,250 രൂപയാണ് നമുക്ക് എന്താണ് മന്ത്ലി സാലറി ആയിട്ട് നമ്മുടെ കയ്യിൽ ലഭിക്കുക കേട്ടോ. പിന്നെ ഒട്ടനവധി അലവൻസ് നിങ്ങൾക്ക് എക്സ്ട്രാ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാം. ഹൗസ് ട്രാൻസ്പോർട്ട് അലവൻസ്, ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് അലവൻസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഏജ് ലിമിറ്റ് ആണ്. നിങ്ങൾക്ക് 25/6/2024 എന്ന് പറയുന്നത് ഈ ഡേറ്റിലേക്ക് കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. മിനിമം 21 മുതൽ 28 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. മിനിമം 21 ആയിരിക്കണം, മാക്സിമം 28 ആണ്. അപ്പോൾ ഏജിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, നമ്മുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഏജ് കാൽക്കുലേറ്റർ, നമ്മുടെ ഈസി ടൂൾസിൽ നിങ്ങൾക്ക് എന്താണ് പോയി കഴിഞ്ഞാൽ ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്. അടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് എത്ര ഏജ് ആയെന്ന് കറക്റ്റായിട്ട് അത് മെഷർ ചെയ്ത് കാണിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ OBC ആണെങ്കിൽ നിങ്ങൾക്ക് OBC റിസർവ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി SC/ST ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം കേട്ടോ. PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, റിലാക്സേഷൻ നമ്മൾ പറഞ്ഞു ഇപ്പോൾ. ഓക്കെ, ഇനി ഇതിലെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ NPCLൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇത് മുംബൈയിലൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് നമുക്ക് ഈ പറയുന്ന 3 പോസ്റ്റിലേക്കും HR ആണെങ്കിലും, F&A ആണെങ്കിലും, C&MM ആണെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷനാണ് ആദ്യം ഉണ്ടാകുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈപ്പ് റൈറ്റിംഗ് ടെസ്റ്റ് ഉണ്ടാകും PC-യിൽ. അപ്പോൾ നിങ്ങൾക്ക് PC-യിലുള്ള ഒരു ടൈപ്പ് റൈറ്റിംഗ് ടെസ്റ്റ് ഉണ്ടാകും. ആ ടെസ്റ്റിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാകും. കമ്പ്യൂട്ടറിൽ ഞാൻ പറഞ്ഞ രീതിയിൽ പറയുന്ന MS ഓഫീസിലൊക്കെ നമുക്ക് എത്ര അറിവുണ്ട് എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും കേട്ടോ.
അപ്പോൾ റിട്ടൺ എക്സാമിനേഷനിൽ തന്നെ നമുക്ക് ഒന്ന് പ്രിലിമിനറി ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ അഡ്വാൻസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. പ്രിലിമിനറി ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ തന്നെ കവർ ചെയ്യുന്നത് വെച്ചാൽ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർ 25 ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ നോളജ് 15 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് 10 ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണ് വരുന്നത്. 150 മാർക്കാണ് ഉണ്ടായിരിക്കും കേട്ടോ. അത് ക്വാളിഫൈ ചെയ്താൽ പിന്നെ സ്റ്റേജ് 2 അഡ്വാൻസ്ഡ് ടെസ്റ്റാണ്. അതിലും നമുക്ക് 50 ക്വസ്റ്റ്യൻ തന്നെയാണ് ഉണ്ടാകുക 150 മാർക്കിന്. ഓക്കെ, ഇതിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യനും ക്രിട്ടിക്കൽ റീസണിങ് 25 ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കട്ടെ. അതൊക്കെ ഡിഗ്രി ലെവലായിട്ടുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ്റെ ആ ഒരു ലെവൽ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അത് ക്വാളിഫൈ ചെയ്ത സ്കിൽ ടെസ്റ്റ് ആയിരിക്കും. നമ്മൾ PC പറയുന്ന രീതിയിൽ ടൈപ്പ് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകും. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ എത്രത്തോളം അറിവുണ്ടെന്നുള്ള കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ടൈപ്പ് റൈറ്റിംഗ് നമുക്ക് ഈ പറയുന്ന 300 വേർഡ്സിൻ്റെ ഒരു പാസേജ് നമുക്ക് പ്രിൻറ്റഡ് തരികയാണ്. നമ്മൾ ഈ പറയുന്ന 30 വേർഡ് പെർ മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ അതിൻ്റെ വേർഡ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഈ പറയുന്ന രീതിയിൽ നല്ലൊരു കോഴ്സ് എന്തെങ്കിലുമൊക്കെ എടുത്ത് നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം എത്ര ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന അത്രയും കാൻഡിഡേറ്റ്സിനെ തന്നെ എന്ത് ചെയ്യും, ഒരു വർഷത്തേക്ക് അവരുടെ വെയിറ്റ് ലിസ്റ്റും വെക്കും കേട്ടോ. അപ്പോൾ ഇതിൽ കിട്ടാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ എന്തെങ്കിലും വേക്കൻസി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കും. PSC ഒക്കെ പോലെ തന്നെ ഒരു വർഷമാണ് അതിൻ്റെ കാലാവധി എന്നാണ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ലൊരു നേട്ടം തന്നെയാണ്. ഇനി നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മളടുത്ത് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം, സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. അതിൻ്റെ സൈസൊക്കെ 50 KB കൂടാൻ പാടില്ല. അതിൻ്റെ പിക്സൽസ് ഡയമെൻഷൻ ഇവിടെ പറയുന്നുണ്ട്, കാണാം 480x640 ആയിരിക്കണം. ദെൻ സിഗ്നേച്ചർ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 160x560 ആയിരിക്കണം, അല്ലെങ്കിൽ മിനിമം 50 to 100 പിക്സലെങ്കിലും ഉണ്ടായിരിക്കണം കേട്ടോ. 20 KB കൂടാൻ പാടില്ല. അങ്ങനെ കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പം സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഫോം ഫില്ല് ചെയ്ത് ലാസ്റ്റാണ് നമുക്ക് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ പേയ്മെൻറ്റും എങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ പേജിലേക്കായിരിക്കും വരിക. നിങ്ങൾക്ക് NPCL അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റ് ആയിട്ട് നിങ്ങളുടെ കാണാൻ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. നിങ്ങൾ താഴോട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക് കാണാം. ഇവിടെ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാറുന്ന് കൊടുക്കുക. നിങ്ങൾ അങ്ങനെ ക്ലിക്ക് ചെയ്യാറുന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. ഇതാണ് ആ പേജ്, നിങ്ങൾക്കിവിടെ കാണാം. അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മറ്റ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിതിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കൊടുക്കണം. ഓൾറെഡി നമുക്ക് അക്കൗണ്ടിൻ്റെ ലോഗിൻ ഐഡിയും പാസ്വേഡും വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള കൊടുക്കുക നമ്മൾ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ നോക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ആയി ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. ഈ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ തന്നെയാണോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക നിങ്ങൾ. ശേഷം ഏത് പോസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുക, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1. അപ്പോൾ അതാണ് നമുക്ക് വന്നിരിക്കുന്ന പോസ്റ്റ് കേട്ടോ. ഒരു കാറ്റഗറിയാണ് ഗ്രൂപ്പ് C. അതിൽ തന്നെ ഏത് ഡിസിപ്ലിനാണ്, HR ആണോ, ഫൈനാൻസ് ആണോ, ദെൻ CNMM ആണോ, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പേജ് ഇങ്ങനെ ലോഡ് ഔട്ടോ. പിന്നെ കാറ്റഗറി SC ST OBC ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാൻ, ജനറൽ ആണെങ്കിൽ UR എന്നുള്ള സെലക്ട് ചെയ്യാം. ദെൻ PWD കാൻഡിഡേറ്റ്സ് ആണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ പേജ് റീഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. നമ്മൾ നോ കൊടുക്കുകയാണെങ്കിൽ യെസ് എന്ന് കൊടുക്കട്ടോ. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ, ശാരീരിക പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ. പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇതൊക്കെ നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ അങ്ങനെ ഫില്ല് ചെയ്ത് പോവുക എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, പിന്നെ നമ്മളൊരു പാസ്വേഡ് ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. യൂസർ നെയിം അവിടെ അടിച്ചിട്ട് നമ്മൾ ചെക്ക് അവൈലബിലിറ്റി എന്ന് കൊടുക്കുക. അപ്പോൾ അവൈലബിൾ ആണെങ്കിൽ അവിടെ കാണിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ GOCR എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, GOCR എന്ന് കൊടുത്ത് ഇവിടെ ചെക്ക് അവൈലബിലിറ്റി എന്നുള്ള കൊടുക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം യൂസർ നെയിം അവൈലബിൾ എന്ന് കാണാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ അടിക്കുന്ന യൂസർ നെയിം അവൈലബിൾ ആണെന്ന്. എന്നതിന് ശേഷം പാസ്വേഡ് നമ്മൾ കൊടുക്കുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക, നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഈ ക്യാപ്ച കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക, എന്നിട്ട് രജിസ്റ്റർ എന്ന് കൊടുക്കുക. ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. വേറെ വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. ഫോട്ടോ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റിൻ്റെ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ HPACLൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ ഓൺലൈൻ ഫോം ചെയ്തില്ല. കാരണം കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ 1-2 കമൻറ്റ് കണ്ട് നമുക്ക് ചെയ്യാൻ തോന്നില്ല. കാരണം വെച്ചാൽ ഒരുപാട് നമ്മൾ ഇരിക്കണം അതിൻ്റെ മുന്നിൽ. നമുക്ക് സമയം വളരെ കുറഞ്ഞ സമയമുള്ളൂ ഇപ്പം. ഒന്നാമത്തെ അതാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ചെയ്യാം കേട്ടോ. ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഫോമാണ്. മീൻസ് അങ്ങനെയല്ല, നമ്മൾ ടൈം എടുത്ത് ചെയ്യണം. നിങ്ങൾക്കിത് മൊബൈൽ യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. മൊബൈലിലൂടെ തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യണം കേട്ടോ. ഫില്ല് ചെയ്ത് പിന്നെ പേയ്മെൻ്റ് ആണ്, ഫോട്ടോ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്ത് പേയ്മെൻ്റ് ആണ് വരിക. നമ്മൾ മുൻപത്തെ ഏതൊക്കെ വീഡിയോസിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ദയവായിട്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു.